പ്രിയമുള്ളവരെ, നമ്മുടെ IPC നെന്മാറ സെന്റർ, അതായത് പാലക്കാട് ജില്ലയിൽ ഒരു സെന്റർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ലീഗൽ അവയർനെസ് ക്യാമ്പ്. അതായത് നിയമ അവബോധം. വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ച് അവബോധം നടത്തേണ്ട ആളുകളാണ് നിയമത്തെ സംബന്ധിച്ച് അവബോധം നടത്തുന്നത്. പക്ഷെ അതൊരു അപവാദമായി പോയി എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു രാത്രി കൊണ്ട് ഒരു സൂം മീറ്റിങ്ങിലൂടെ കേരളത്തിനുള്ളിൽ ഒരു മലബാർ സ്റ്റേറ്റ് രൂപീകരിക്കുകയും കോടതി ഇടപെട്ട് അതിൻ്റെ പ്രവർത്തനം ഇനി ഒരു ഉത്തരവുണ്ടാവുന്നത് വരെ നിരോധിക്കുകയും ചെയ്യും. അതിനെതിരായി കൊടുത്ത കേസും ഈ കൊടുത്ത കക്ഷികൾക്ക് പരാജയമായി പോയി. അപ്പോൾ നമ്മുടെ ഈ പവർ ഓഫ് അറ്റോർണിക്കാരനെ സംബന്ധിച്ചൊരു വിവാദമുള്ളത് കൊണ്ട് ആ കേസ് കൊടുത്തത് IPCയുടെ പേരിൽ ഒരു വിദേശ പൗരനാണ് ആ കേസിൻ്റെ ആളും. അപ്പോൾ ആ കേസ് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ കൊടുത്തതെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് സ്ഥിതി? ഈ നെന്മാറ സെന്ററിനെയും കൊണ്ട്, അല്ലെങ്കിൽ മലബാർ മേഖലയിലുള്ളതായ ജില്ലകളിൽപ്പെട്ട സെന്ററുകളും സഭകളെയും IPCക്കുള്ള കേസുകൾ എങ്ങനെ കൊടുക്കണമെന്നും ആ കേസുകളിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവണമെന്നും അവർക്ക് അത് സംബന്ധിച്ചുള്ള അവബോധം നൽകി ഈ കേസിൽ കക്ഷിയാക്കാനുള്ളതായ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ സെന്ററുകളെയും സഭാ ശുശ്രൂഷകരെയും ഇത്തരത്തിൽ കരുവാക്കിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു കാര്യം. ഇനി അടുത്തത്, ഇതിൻ്റെ തൊട്ട് പിറകിൽ അടുത്ത പരിശീലനങ്ങൾ ഉണ്ടെന്നാണ് അവിടെയുള്ളതായ പാസ്റ്റർമാർക്ക് കിട്ടിയിരിക്കുന്നതായ ഉറപ്പ്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ കരാട്ടെ, ജൂഡോ, കുംഫു, കളരിപ്പയറ്റ്, പിന്നെ ഈ കുറുവടിയുമായി കുട്ടിനിക്കർ വിട്ട് നടക്കുന്ന റോന്ത് ചുറ്റലുണ്ടല്ലോ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതിൻ്റെ തുടർ അവയർനെസ്സുകളായി, തുടർ പരിശീലനമായി നമ്മുടെ ഈ സെന്ററുകളിൽ ഉടനെ ഉണ്ടാകും എന്നാണ് അവിടെ ഉള്ള പാസ്റ്റർമാർക്ക് കിട്ടിയിരിക്കുന്ന അറിവും അവരതിൻ്റെ തയ്യാറെടുപ്പിലുമാണ്.